ഹലോ എവ്രി വൺ, എല്ലാവർക്കും IPM IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് 22 ഓഗസ്റ്റ് 2024. നമുക്ക് ഇന്നത്തെ പ്രധാന ന്യൂസ് എന്തൊക്കെയാണെന്ന് കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. കാരണം നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റിയും കറണ്ട് അഫയേഴ്സിനെ പറ്റിയും മറ്റുള്ള എക്സാമിനേഷനെ പറ്റിയും ഒക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടുന്ന ഒരു ചാനലാണിത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. സെൻട്രൽ പ്ലാൻസ് ടു ടേക്ക് കാസ്റ്റ് കൗണ്ട് ഡ്യൂറിംഗ് സെൻസസ്. അപ്പോൾ നമുക്കറിയാം, സെൻസസ് എന്ന് പറയുന്നത് 10 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. അതായത് നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ച് നമ്മളുടെ പോപ്പുലേഷൻ ആയാലും നമ്മുടെ ലിറ്ററസി റേറ്റ് ആയാലും ഓരോ സംസ്ഥാനങ്ങളുടെ ലിറ്ററസി റേറ്റ്, അവരുടെ സെക്സ് റേഷ്യോ, ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സുകൾ, അതായത് എല്ലാ കണക്കുകളെയും സംബന്ധിച്ചിട്ടുള്ള ഒരു ആക്യുറേറ്റ് ഡോക്യുമെന്റ് ആണ് നമ്മളുടെ സെൻസസ് എന്ന് പറയുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഈ 2021 ഇത് നടന്നിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് COVID-19 പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കാസ്റ്റ് സെൻസസ് നടത്തണം എന്നുള്ള ഒരു ഡിമാൻഡിന്റെ ഭാഗമായിട്ടും ഇതിനൊരു ഡിലേ ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളൊക്കെ കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുണ്ട്. സോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, സെൻസസ് എന്താണെന്ന് മനസ്സിലാക്കണം. സെൻസസിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കണം, അതിന്റെ റെലവൻസ് മനസ്സിലാക്കണം, അത് എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി കാസ്റ്റ് സെൻസസ് എന്താണ്, എന്തിനാണ് നമ്മൾ കാസ്റ്റ് സെൻസസ് നടത്തുന്നത്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കൂടാതെ ആരാണ്, ഏത് മിനിസ്ട്രി അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻസസിന്റെ ബിഹൈൻഡ് നിൽക്കുന്നത്, ആരാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസസിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് പേജ് നമ്പർ 1 ജനറൽ സ്റ്റഡീസ് ടു ഇന്ത്യൻ പോളിറ്റി. പ്രൈം മിനിസ്റ്റർ ബിഗിൻസ് പോളണ്ട് വിസിറ്റ്, സേസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർജ് മോർ വൈബ്രന്റ് റിലേഷൻസ്. സോ നമുക്കറിയാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോളണ്ടിലേക്കുള്ള വിസിറ്റിലാണ്. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. നമ്മുടെ ബയലാറ്ററൽ റിലേഷൻഷിപ്പിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഒരു 45 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസിനെ, അതായത് ഉക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റുഡൻസിനെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഇന്ത്യൻസ് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ ഉണ്ട്. കുറെ പേര് അവിടെ സെറ്റിൽഡ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യവുമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ബെറ്റർ കോർഡിയൽ റിലേഷൻ ഉണ്ടായിരിക്കണം. സോ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വിസിറ്റ് നടക്കുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു ഇന്ത്യ പോളണ്ട് റിലേഷൻ, പാസ്റ്റിലുള്ള റിലേഷൻ എന്തായിരുന്നു, ഇനിയും ഫ്യൂച്ചറിലേക്ക് പോകാൻ പോകുന്ന നമ്മുടെ പ്ലാനുകൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യത്തെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഓൾറെഡി അവിടെ ഒരു വാർ നടക്കുന്നുണ്ട്. അതായത് ഉക്രൈൻ റഷ്യ വാർ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ എപ്പോഴും ലൈം ലൈറ്റിൽ വരുന്നതാണ്, എപ്പോഴും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. അതുകൂടാതെ പോളണ്ടിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനൊരു അറ്റ്ലസ് യൂസ് ചെയ്ത് കൃത്യമായിട്ട് എവിടെയാണ് പോളണ്ട് വരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് പോളണ്ട് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ ഇത് വരുന്നത് പേജ് നമ്പർ 4 ഇന്റർനാഷണൽ റിലേഷന്റെ ഭാഗമാണ്. സുപ്രീം കോർട്ട് ടു എക്സാമിൻ നീഡ് ഫോർ എൻവയോൺമെന്റൽ റെഗുലേറ്റർ. സോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എൻവയോൺമെന്റൽ റെഗുലേറ്റർ കൊണ്ടുവരണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു ആവശ്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സുപ്രീം കോർട്ട് എക്സാമിൻ ചെയ്യുകയാണ്, ഒരു പെർമനന്റ് എൻവയോൺമെന്റൽ റെഗുലേറ്റർ ഇന്ത്യയിൽ വേണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ അവർ എക്സാമിൻ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള റെഗുലേറ്റേഴ്സ് ടെലികോമിലും ഇലക്ട്രിസിറ്റി സെക്ടറിലും ഒക്കെ ഉണ്ട്. സോ അതുപോലൊരു കാര്യം നമുക്ക് ഇവിടെ വേണോ? അപ്പം ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു എൻവയോൺമെന്റൽ റെഗുലേറ്ററിന്റെ നീഡ്, എന്താണ്, എന്തിനാണ് നമുക്കത് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക. പിന്നീട് എങ്ങനെയാണ് സുപ്രീം കോടതി ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്റർവീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ഈ ഒരു ആർട്ടിക്കിൾ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്, അതേപോലെ തന്നെ ഇന്ത്യൻ പോളിറ്റിയുടെയും കൂടെ ഭാഗമാണ്. പേജ് നമ്പർ 6 ഇത് വരുന്നത്. ജനറൽ സ്റ്റഡീസ് 3 മെയിനായിട്ട് ഇത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ചൈനാസ് ഗ്രോയിങ് അതോറിറ്റേറിയനിസം വിൽ നോട്ട് സ്റ്റോപ്പ് വിത്ത് തായ്വാൻ, പ്രസിഡന്റ് ലായ്. അപ്പോൾ ഇവിടെ ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലായ് പറയുന്നത് ചൈനയുടെ തായ്വാനോടുള്ളൊരു അപ്രോച്ച് ഉണ്ട്. അതായത് തായ്വാനെ എപ്പോഴും തങ്ങളുടെ അധീനതയിൽ നിർത്തുക എന്നുള്ളതാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ അങ്ങനെയുള്ള ഉദ്ദേശം അവർക്ക് തായ്വാനോട് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് രാജ്യങ്ങളൊക്കെ ഒന്നായി തന്നെ ചൈനയുടെ ഈ ഒരു എക്സ്പാൻഷനിസത്തിനെതിരെ
നിലനിൽക്കണം എന്നുള്ളതാണ് ഈ ലായ് ഇവിടെ പറയുന്നത്. അതിന് അദ്ദേഹം കോട്ട് ചെയ്യുന്ന പല മിലിറ്ററി പ്രിപ്പയർനെസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ജോയിന്റ് മിലിറ്ററി എക്സസൈസസ്, റഷ്യയുമൊത്തുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസുകളെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തായ്വാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? തായ്വാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് മെയിൻറ്റെയിനിങ് പീസ് ഇൻ ദ റീജിയൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ഡിസ്പ്യൂട്ട്, തായ്വാനും അതേപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് എന്താണ്, ഇവരുടെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഇവരുടെ മുകളിൽ ഒരു അധീനത ഉണ്ടാകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്. സോ ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ലൊക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇന്റർനാഷണൽ റിലേഷനിലോ അതേ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലോ നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ടെറിട്ടറിയെ പറ്റിയോ ഒരു ലൊക്കേഷനെ പറ്റിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലസ് എടുത്ത് അത് കൃത്യമായിട്ട് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് നിങ്ങളുടെ പഠനത്തെ വളരെ എളുപ്പമാക്കി തരും, വളരെ വളരെ എളുപ്പമാക്കി തരും. സോ അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യണം. ഈ ഒരു ന്യൂസ് വരുന്നത് പേജ് നമ്പർ 8-ലാണ്, ജനറൽ സ്റ്റഡീസ് 2-ലാണ്. മെയിൻലി ഇന്റർനാഷണൽ റിലേഷനിൽ വരുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ ഇത് കൂടാതെ നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഇന്റർനാഷണൽ റിലേഷൻ പേജിൽ വരുന്ന മറ്റ് കോൺഫ്ലിക്റ്റുകൾ, എസ്പെഷ്യലി പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആയാലും റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് ആയാലും അതേപോലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആയാലും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നോമിനേഷൻസ് പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിനെ പറ്റിയും ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് രാജ്യസഭയിലേക്ക് ഒരു ആളെ ഇലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്കറിയാം ലോക്സഭയിലെ ഇലക്ഷൻ നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും. എന്നാൽ രാജ്യസഭയിലെ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ധാരണ ഉണ്ടാവില്ല. സോ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം, അതൊരു ഇൻഡയറക്റ്റ് പ്രോസസ് ആണ് അതിന്റെ ഇലക്ഷനകത്ത് വരുന്നത്. സോ ആ ഒരു ഇൻഡയറക്റ്റ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റിയും മറ്റുള്ള അനേകം എക്സാമിനേഷനെ പറ്റിയും ഉള്ള ഡിസ്കഷൻസ് ഇവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസും ഇൻഫർമേഷനും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.